ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡും മുട്ടയൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റിയും നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പാത്രം അടുപ്പത്തേക്ക് വയ്ക്കാം. ചൂടായി വരുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3-4 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാളയൊക്കെ പെട്ടെന്ന് വഴറ്റിയിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നു പോയിട്ടോ, അതാണ്. അപ്പോൾ സവാളയൊക്കെ ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വരുന്ന ടൈമിൽ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പച്ചമണമൊക്കെ മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണ്. ഇതിലേക്ക് നമുക്കിനി 1/2 ടീസ്പൂൺ തന്നെ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതേപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. 2 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ ഫില്ലിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ബ്രെഡ് ഞാനിങ്ങനെ അരകൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബ്രെഡ് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്യണം. എന്നിട്ട് കൈ കൊണ്ട് എക്സ്ട്രാ വെള്ളമൊക്കെ ഇതേപോലെ പിഴിഞ്ഞെടുക്കണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ബ്രെഡ് നല്ല സോഫ്റ്റാവും. നമുക്ക് ഷേപ്പ് ആക്കിയിട്ട് എടുക്കാൻ നല്ല സുഖമാണ്. ഇനി നമുക്ക് നടുഭാഗത്തേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. കുറച്ച് ഫില്ലിംഗ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതേപോലെ 4 എഡ്ജസും നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കയ്യിലെടുത്ത് ഇതേപോലെ പ്രസ് ചെയ്ത് ഇതേപോലെ റോൾ ഷേപ്പായിട്ട് എടുക്കാം. നമ്മുടെ ഉന്നക്കായൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ഷേപ്പില്ലേ, ആ ഷേപ്പ് പോലെ എടുക്കാം. പിന്നെ ചെറിയ ഇംപെർഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മളിത് ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്യുമ്പോൾ ഇതൊന്നും മനസ്സിലാവില്ല. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ഈ മൈദ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ റോളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വറുത്തെടുക്കുമ്പോൾ കിട്ടുന്നുണ്ട്. തീരെ പൊട്ടൊന്നുമില്ല. ഒരു എക്സ്ട്രാ ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ റോൾസൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇതേപോലെ എഗ്ഗിൽ മുക്കിയിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് വെച്ചിട്ട് കോട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ എല്ലാ ബ്രെഡും ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഡീപ് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ചൂടാക്കാം. അപ്പോൾ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ റോൾസൊക്കെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇതേപോലെ നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ എല്ലാ റോളും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവരുടെ വീട്ടിലും ബ്രെഡും മുട്ടയൊക്കെ ഉണ്ടാവില്ലേ? അപ്പോൾ എന്തായാലും ഈ ഇഫ്താറിന് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. മുട്ടയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.